പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ആദ്യമായി നിങ്ങൾക്കെല്ലാം എൻ്റെ ഹൃദയംഗമായ അഭിവാദ്യങ്ങൾ. ഞാൻ കഴിഞ്ഞ 5 വർഷമായി നിങ്ങളുടെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രവർത്തിക്കുകയാണ്. ആദ്യമായി ഈ 5 കൊല്ലവും വളരെ സ്നേഹപൂർവ്വം എന്നോട് പെരുമാറുകയും എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും വികസന സംബന്ധമായ കാര്യങ്ങളിൽ എന്നോട് സഹകരിക്കുകയും ചെയ്ത നിങ്ങളോടെല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് പകുതിയോളം ഭാഗവും പാലക്കാട് ജില്ലയിലെ തൃത്താല നിയമസഭാ നിയോജക മണ്ഡലവും ചേർന്നതാണ് ഇന്നത്തെ പൊന്നാനി ലോക്സഭാ മണ്ഡലം. 7 നിയമസഭാ മണ്ഡലങ്ങളും 47ഓളം ഗ്രാമപഞ്ചായത്തുകളുമൊക്കെയായി വലിയൊരു പ്രദേശത്തു നിന്നും 2009-ൽ UDF സാരഥിയായി മത്സരിച്ച് 87,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് ശ്രീ E.T. മുഹമ്മദ് ബഷീർ ഈ പ്രദേശത്തിന്റെ ലോക്സഭാ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ശ്രീ E.T. മുഹമ്മദ് ബഷീർ. I, E.T. Muhammad Bashir, having been elected as a member of House of People, do swear in the name of God. രാജ്യത്തിന്റെ നിയമനിർമ്മാണത്തിലും നയരൂപീകരണത്തിലും പങ്കുവഹിക്കുകയെന്നുള്ളതാണ് ഒരു MPയുടെ പ്രഥമമായ ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വം ഏറെ ഭംഗിയായി നിർവഹിച്ച ഒരാളാണ് നമ്മുടെ MP എന്നതിൽ നമുക്കേറെ അഭിമാനിക്കാവുന്നതാണ്. പാർലമെന്റിൽ മിക്കവാറും എല്ലാ വിഷയങ്ങളുടെയും ചർച്ചയിൽ സജീവമായി പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായി. E.T. Muhammad Bashir. 158 ചോദ്യങ്ങളും 54 പ്രസംഗങ്ങളും 76% അറ്റൻഡൻസുമായി ലോക്സഭയിലെ സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ E.T. മുഹമ്മദ് ബഷീർ ഇന്ത്യയിലെ മുൻനിര പാർലമെന്റേറിയന്മാരിൽ ഒരാളായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. It is a corrective force. ഇതോടൊപ്പം തന്റെ മണ്ഡലത്തിലേക്ക് പരമാവധി വികസനം എത്തിക്കുന്നതിനും പ്രദേശത്തെ സജീവ സാന്നിധ്യമാകുന്നതിനും നമ്മുടെ MPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചാൽ എന്നെ കണ്ടില്ലല്ലോ, ഞാൻ വന്നില്ലല്ലോ, നിങ്ങൾക്ക് പ്രയാസമുള്ള സമയത്ത് ഞാൻ എത്തി നോക്കിയില്ലല്ലോ എന്നുള്ളൊരു പരാതി എന്നെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കില്ല എന്ന് ഞാൻ വാക്ക് പറഞ്ഞു. പരമാവധി സമയം ഞാൻ എൻ്റെ മണ്ഡലത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ പാർലമെന്റ് നടക്കുന്ന സമയമാണെങ്കിൽ പോലും ശനിയും ഞായറും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും പരിപാടികളിലായിട്ട് മണ്ഡലത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് എന്നെ നിങ്ങൾക്ക് കാണാമായിരുന്നു. മുൻഗാമികളെ സ്മരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, മണ്ഡലത്തിന്റെ വികസന കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായത് ഈ കഴിഞ്ഞ 5 വർഷമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് സ്വാധീനിച്ചിട്ടാണെങ്കിലും ശരി, മറ്റു വിധത്തിൽ എക്സ്റ്റേണൽ ഫണ്ടിങ് വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ടാണെങ്കിലും ശരി, ഏതെല്ലാം വിധത്തിൽ നമുക്ക് വികസനത്തിന് തുക അനുവദിപ്പിക്കാൻ സാധിക്കുമോ അതെല്ലാം തന്നെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു MPയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റെയിൽവേ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ൽ സ്ഥാപിതമായ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ കാലത്തിനൊത്ത് വളരാൻ മടിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ 2012 നവംബറിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ടിക്കറ്റ് ബുക്കിംഗ് കെട്ടിട സമുച്ചയം റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ഛായ തന്നെ മാറ്റി. കൂടാതെ യാത്രക്കാർക്ക് വിശ്രമമുറി, പുതിയ പ്ലാറ്റ്ഫോം, മറ്റു വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇന്ന് യാത്രക്കാർക്ക് ഏറെ സഹായകമായിട്ടുണ്ട്. കൂടാതെ കോയമ്പത്തൂർ മംഗലാപുരം ട്രെയിനിന് പരപ്പനങ്ങാടിയിൽ പുതുതായി സ്റ്റോപ്പ് അനുവദിക്കുവാനും MPക്ക് കഴിഞ്ഞിട്ടുണ്ട്. പരപ്പനങ്ങാടി പട്ടണത്തെ 2ആയി ഭേദിച്ച് കടന്നുപോകുന്ന റോഡ് ഗതാഗതത്തിന് ബുദ്ധിമുട്ടായപ്പോൾ ഇവിടത്തുകാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചത് ഒരു റെയിൽവേ മേൽപ്പാലത്തിനായിരുന്നു. ഇത് സാധ്യമാക്കിയതും MPയുടെ ശ്രമഫലമായാണ്.
നഗരത്തിന്റെ മറുകരയെത്താൻ കാൽനടയാത്രക്കാർ ഇപ്പോഴും ആശ്രയിക്കുന്നത് പഴയ ഈ എളുപ്പവഴിയാണ്. അപകടകരവും ബുദ്ധിമുട്ടുള്ളതുമായ ഈ വഴിക്ക് പകരം ഒരു അണ്ടർപാസിന് അനുമതിയും ആവശ്യമായ ഫണ്ടും ലഭ്യമാക്കാൻ എംപിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2011 ആദർശ് സ്റ്റേഷനായി ഇന്ത്യൻ റെയിൽവേ തെരഞ്ഞെടുത്തതും പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനുള്ള അംഗീകാരമായാണ് കണക്കാക്കേണ്ടത്. മികച്ച മെയിന്റനൻസ്ഡ് സ്റ്റേഷനായി ഇന്ത്യൻ റെയിൽവേ തെരഞ്ഞെടുത്തത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ചെറുതെങ്കിലും കാര്യക്ഷമത കൊണ്ട് വലുതായ താനൂർ റെയിൽവേ സ്റ്റേഷനെയായിരുന്നു. ഇവിടത്തുകാരുടെ ചിരകാല അഭിലാഷമായിരുന്ന റെയിൽവേക്ക് മുകളിലൂടെയുള്ള പാലം യാഥാർത്ഥ്യമാക്കിയതിൽ എംപിയുടെ പങ്ക് അവിസ്മരണീയമാണ്. ഉത്സവത്തിമിർപ്പിലാറാടിയ ഒരു ജനമഹാസാഗരമാണ് ദേവധാർ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടന വേളയിൽ താനൂരിലേക്ക് ഒഴുകിയെത്തിയത്. നിങ്ങൾ തലമുറകളായി ഈ നാട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു അഭിലാഷമാണ് ഇന്ന് പൂർത്തിയാക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് നല്ല ഒരു MLA ഉണ്ട്. അതിലും നല്ല കണ്ടെത്താൻ അതിലും നല്ല ഒരു MP ഉണ്ട്. ET മുഹമ്മദ് ബഷീർ. ജനപ്രതിനിധികളും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. തൊട്ടടുത്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രക്കാർക്കും ഏറെ സഹായകരമാകുന്ന ഒരു ഫുട് ഓവർബ്രിഡ്ജിന്റെ പ്രഖ്യാപനം ഈ വേദിയിൽ നടത്താനും MP മറന്നില്ല. വളരെ വേഗത്തിൽ തന്നെ അണ്ടർ പാസേജിന്റെ നിർമ്മാണ ജോലി ആരംഭിക്കുന്നതാണ് ഇതിനോട് പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ റോഡിൽ വഴിമുടക്കി നിൽക്കുന്ന റെയിൽവേ ഗേറ്റിനെ പേടിക്കാതെ വാഹനങ്ങൾ രാപ്പകൽ ഭേദമില്ലാതെ കടന്നുപോകുന്നു. മണ്ഡലത്തിൽ റെയിൽവേ മേഖലയിൽ നടപ്പിലാക്കുന്ന ഏത് പ്രവർത്തനങ്ങളിലും MP സജീവ സാന്നിധ്യമാണ്. തിരൂരിനെ സംബന്ധിച്ചിടത്തോളം വികസന തൽപരരായ റെയിൽവേ ഉദ്യോഗസ്ഥരും MPയും തമ്മിലുള്ള നിരന്തര ചർച്ചകളാണ് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഓഫീസ് ഉൾപ്പെടെയുള്ള കെട്ടിട സമുച്ചയത്തിന്റെ അടിത്തറയിടാൻ കാരണമായത്. പ്ലാറ്റ്ഫോം നവീകരണവും ശുചീകരണവും സൗന്ദര്യവൽക്കരണവും ആധുനിക സൈൻ ബോർഡുകളുമൊക്കെയായി കെട്ടിലും മട്ടിലും പുതുമയാർന്ന സ്റ്റേഷന് പുതുതായി ഒരു ഫുട് ഓവർബ്രിഡ്ജ് അനുവദിക്കാനും അജ്മീർ ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കാനും MPക്ക് കഴിഞ്ഞു. ഇല്ലായ്മയുടെ ലോകത്ത് കഴിഞ്ഞിരുന്ന തിരുനാവായ റെയിൽവേ സ്റ്റേഷന് സന്തോഷത്തിന്റെ നാളുകളാണ് മുന്നിലുള്ളത്. റെയിൽവേക്ക് മുകളിലൂടെയുള്ള റോഡിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചു വരുന്നു. മലബാറിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സിമന്റ് എത്തിക്കുന്നതിനുള്ള സിമന്റ് ഗോഡൌണിന്റെ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുവരുന്നു. തീർന്നില്ല, മലബാറിലെ ഏറ്റവും വലിയ FCI ഗോഡൌണിന്റെ സ്ഥലമെടുപ്പും അനുബന്ധ പ്രവർത്തനങ്ങളും ഇതിനോട് ചേർന്ന് നടന്നുവരുന്നു. ചുരുക്കത്തിൽ കേരളത്തിന്റെ റെയിൽവേ ഭൂപടത്തിൽ പുതിയ മേൽവിലാസമാണ് തിരുനാവായയെ കാത്തിരിക്കുന്നത്. പേരശ്ശനൂരിലും കുറ്റിപ്പുറത്തും വിവിധ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഇലക്ട്രിഫിക്കേഷൻ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. കുറ്റിപ്പുറത്ത് യശ്വന്ത്പൂർ എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ചു. മലബാർ സിമന്റ്സിന്റെ സഹകരണത്തോടെ കുറ്റിപ്പുറം, തിരൂർ, താനൂർ, പരപ്പനങ്ങാടി സ്റ്റേഷനുകളിൽ മിനി ഷെൽട്ടറുകൾക്കുള്ള ആദ്യഘട്ട ധനസഹായം അനുവദിച്ചു കഴിഞ്ഞു. അന്യസംസ്ഥാന തൊഴിലാളികൾക്കും ആര്യവൈദ്യശാലയിൽ ചികിത്സയ്ക്കെത്തുന്നവർക്കും ടൂറിസ്റ്റുകൾക്കും മറ്റ് യാത്രക്കാർക്കും ട്രെയിൻ ടിക്കറ്റ് റിസർവ് ചെയ്യാൻ സൗകര്യമൊരുക്കിയ കോട്ടയ്ക്കലെ പ്രത്യേക ടിക്കറ്റ് ബുക്കിംഗ് കേന്ദ്രം അനുവദിച്ചതും MPയുടെ ശ്രമഫലമായാണ്.
ചുരുക്കത്തിൽ റെയിൽവേ ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണെങ്കിലും മണ്ഡലത്തിന്റെ റെയിൽവേ വികസന കാര്യത്തിൽ MP ഒരു നിർണായക ശക്തിയാണെന്ന് MPയുടെ പ്രവർത്തനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ദേശീയ പാതകളുടെ കാര്യവും വ്യത്യസ്തമല്ല. വല്ലാർപാടം തൊട്ട് ഫ്രാൻസിസ് റോഡ് വരെയുള്ള തീരദേശ ഹൈവേയുടെ കാര്യം, അതിൽ നമ്മുടെ മണ്ഡലത്തിൽ മാത്രമായിട്ട് അതിന്റെ ഒന്നാമത്തെ റീച്ച് 117 കോടിയാണ് പാസ്സായത്. ആ 117 കോടി പാസ്സാകുകയും അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. വല്ലാർപാടം മുതൽ കോഴിക്കോട് വരെ നീണ്ടുകിടക്കുന്ന തീരദേശ ഹൈവേയിലെ ടിപ്പു സുൽത്താൻ റോഡിൽ ആശാൻപടി മുതൽ പറവണ്ണ വരെയുള്ള 4.5 കിലോമീറ്റർ പ്രദേശത്ത് ഹൈവേയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കകം ഇത് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ തീരദേശ ഹൈവേ അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നതോടുകൂടി നമ്മുടെ ഈ മണ്ഡലത്തിന്റെ മുഴുവനും കോസ്റ്റൽ ബെൽറ്റും വളരെ വലിയൊരു പരിവർത്തനത്തിലേക്ക് പോവുകയാണ്. അത്രയും വലിയൊരു പദ്ധതി നമുക്ക് അംഗീകരിച്ച് വാങ്ങാൻ കഴിഞ്ഞതിൽ നിങ്ങളെപ്പോലെ എനിക്കും വളരെയേറെ സന്തോഷം. കുറ്റിപ്പുറത്ത് നിന്നും പുതുപ്പന്നാനി വരെയുള്ള ഹൈവേ, ആ ഹൈവേക്ക് 58 കോടി റുപ്യയാണ് അതിന്റെ നിർമ്മാണ ജോലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പഴയ NH ഉണ്ട്. കാരണം ഈ NH ഇതിലെ വന്നപ്പോൾ പഴയ NH എന്താ പ്രസക്തി എന്ന് ചോദിച്ചു വന്നതാണ്. പക്ഷെ ഞാനത് ടേക്കപ്പ് ചെയ്തു. അത് നന്നാക്കാൻ വേണ്ടിയുള്ള 17 കോടി റുപ്യയുടെ പദ്ധതിയും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു വന്നതും NHന്റെ കാര്യത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. PMGSY പദ്ധതി എത്രയോ കാലമായി മുടങ്ങിക്കിടന്നായിരുന്നു റോഡുകൾ. നമുക്കതിൽ 17 റോഡുകൾ ആ സ്കീം പ്രകാരം നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. 15 കോടി റുപ്യയാണ് അത് കിട്ടിയത്. മാത്രമല്ല ഈ PMGSY പദ്ധതിക്ക് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അതിന്റെ വീതിന്റെ കാര്യം മറ്റും അതൊക്കെ ഞാൻ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ അതിന്റെ എല്ലാ രേഖകളും വെച്ച് കൊണ്ടുവന്നു. ഏതായിരുന്നാലും ആ വർക്കൊക്കെ തന്നെ ടെൻഡർ നടപടിയിലേക്ക് പോയിരിക്കും. PWDന്റെ ഒരു പദ്ധതിയുണ്ട്, നോൺ പ്ലാൻ പദ്ധതി. ആ നോൺ പ്ലാൻ പദ്ധതി പ്രകാരം നമുക്ക് 21 റോഡുകൾ ആ വകയിൽ നമുക്ക് കിട്ടി. അതുപോലെ ഫ്ലഡ് സ്കീമിൽ 2 ഘട്ടങ്ങളിലായിട്ട് നമുക്ക് 2 കോടിയിലധികം ഉള്ള റോഡുകൾക്ക് സാങ്ഷൻ കിട്ടി. അതിന്റെ പുറമെ അത് നമുക്ക് അത്തരം റോഡുകൾ എന്ന് പറഞ്ഞാൽ ഗ്രാമീണ റോഡുകളാണ്. വലിയ ഒരു മാറ്റം അതിന്റെ ഫലമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു. മെട്രോ റെയിലിനെ കുറിച്ചും ദേശീയപാതയെക്കുറിച്ചും വാചാലരാകുന്ന നമ്മളിൽ പലരും വീട്ടിൽ നിന്നും തൊട്ടപ്പുറത്തെ റോഡിലെത്താൻ ബുദ്ധിമുട്ടുന്നു എന്നതാണ് സ്ഥിതി. ഇതിന് പരിഹാരമായാണ് തന്റെ മണ്ഡലത്തിൽ 396 റോഡുകളും പാത്വേകളും MP പണി കഴിപ്പിച്ചത്. ഈ വികസനത്തിന്റെ കാര്യത്തിൽ ഇത് ഞാൻ സ്വന്തമായിട്ട് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുവരിക, അതിന്റെ പുറമെ MLA-മാരെ സഹായിക്കുക, പഞ്ചായത്ത് മെമ്പർമാരെ സഹായിക്കുക. കേരള ഗവൺമെന്റിൽ നിന്ന് MP കോട്ടയിൽ തന്നെ നേരത്തെ ഒന്നും MP കോട്ടയിൽ ഫ്ലഡ് ഒന്നും കിട്ടാറില്ല. അതുപോലെ ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പോലുള്ള സംഗതികൾ ഇതൊന്നും തന്നെ കിട്ടാറുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം തന്നെ വാങ്ങിച്ച് എനിക്കൊരു കോട്ട വേണമെന്ന് പറയുകയും അതെന്റെ മണ്ഡലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വിധത്തിൽ വികസനത്തിന്റെ ഒരു മൾട്ടി ഡൈമെൻഷണൽ ആയിട്ടുള്ള ഒരു സംഗതി കൊണ്ടുവരാൻ കഴിഞ്ഞു വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നപ്പോൾ അനുബന്ധ റോഡുകൾ ഉണ്ടായിരുന്നു, 5 റോഡുകൾ. ആ 5 റോഡുകളുടെയും വർക്ക് വളരെ സ്ലോ ആയിട്ട് നടക്കുകയായിരുന്നു. അതെല്ലാവരും ഉദ്യോഗസ്ഥരെ യോഗം വിളിച്ചുകൂട്ടി ആ വർക്കൊക്കെ സജീവമായി 35 കോടി റുപ്യയാണ് ആ ഡെവലപ്മെന്റ് വർക്കിന് വേണ്ടി വന്നത്. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ആ റോഡിന്റെ പ്രശ്നം തീർന്നു. ഇപ്പൊ ചമ്രവട്ടത്തിലുള്ള യാത്ര അത് അനുബന്ധ റോഡുകളിലൂടെ അങ്ങോട്ട് എത്തുന്ന യാത്രയും വളരെ സുഗമമായി എന്നുള്ള കാര്യത്തിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ചമ്രവട്ടം പുതുപൊന്നാനി ദേശീയപാതയിൽ പള്ളിപ്പുറം ഭാഗത്തായി കനോലി കനാലിന് കുറുകെയായി ഒരു പാലം നിർമ്മിക്കാൻ MP 40 കോടി രൂപ അനുവദിപ്പിച്ചത് അടുത്തിടെയാണ്. പിന്നെ നമുക്ക് വലിയൊരു നേട്ടം ഉണ്ടായിട്ടുള്ളത് കാർഷിക മേഖലയാണ്. കേരളത്തിൽ തന്നെ കാർഷിക മേഖലയിലെ വൻ പദ്ധതിയാണ് നമുക്ക് കിട്ടിയത്. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു സ്ഥിതി ചെയ്യുന്ന തൃശൂർ, മലപ്പുറം ജില്ലകളിലായി 14,000 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് തൃശൂർ പൊന്നാനി കോൾ നിലം. വർഷത്തിൽ 6 മാസത്തിലധികം വെള്ളത്തിൽ കിടക്കുന്നതും എന്നാൽ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യവുമായ ഈ പ്രദേശത്തെ കാർഷിക വൃത്തിക്ക് അനുയോജ്യമാക്കി തീർക്കാൻ 414 കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്.
പ്രസ്തുത പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുകയുണ്ടായി. ഞാനും അന്ന് കൃഷി വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ശ്രീ ശരത് പവാറും കേരളത്തിൽ നിന്ന് ചുമതലയുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരുമായി നടത്തിയ നിരന്തരമായ ചർച്ചയിൽ നമുക്ക് ഈ പൊന്നാനി ഇതിനു വേണ്ടി മാത്രമായി RIDF-ലും അതുപോലെ തന്നെ RKVയിലും പ്രത്യേകമായി ഫണ്ട് അനുവദിക്കാവുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം വരുന്നത്. സഹായിച്ചത് നിങ്ങളുടെ MP-മാരാണ്, ശ്രീ PC ചാക്കോയും ശ്രീ ET മുഹമ്മദ് ബഷീറും. നമ്മൾ കത്തയച്ചു, സ്കീം കൊടുത്തു, ബാക്കിയെല്ലാം ഇവരവിടുന്ന് ചെയ്തു തന്നു. പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയാവുമ്പോൾ 14,000 ഹെക്ടർ വരുന്ന കൃഷിസ്ഥലത്തെ ഓരോ ഹെക്ടറിനും ഏകദേശം 2 മെട്രിക് ടൺ വരെ നെല്ല് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് പ്രസ്തുത പദ്ധതി. പ്രദേശത്ത് കനാൽ ബണ്ട്, സ്ലൂയിസുകൾ, എഞ്ചിൻ തറ, കനാൽ പാലങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി നിർമ്മിക്കും. പദ്ധതിയുടെ ഭാഗമായി കാർഷിക യന്ത്രവൽക്കരണം, ജൈവ കൃഷി വ്യാപനം, പശു വളർത്തൽ, കോഴി വളർത്തൽ, താറാവ് കൃഷി, മത്സ്യകൃഷി, പച്ചക്കറി കൃഷി, വിത്ത് സംഭരണ വിതരണ കേന്ദ്രങ്ങൾ, വിത്ത് പരിശോധന ലാബ്, കാലാവസ്ഥാ പഠനം തുടങ്ങിയവയും വിഭാവനം ചെയ്യുന്നുണ്ട്. അത് വരുന്നതോടുകൂടി ഈ പൊന്നാനി മണ്ഡലത്തിലെ കൃഷിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന കോൾ കൃഷിയുടെ പ്രശ്നം പരിഹരിക്കാൻ പോകും. നമ്മുടെ മണ്ഡലത്തിലേക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ്. കുറ്റിപ്പുറം SCI ഗോഡൌണിൽ 5000 ടണ്ണിന്റെ കപ്പാസിറ്റിയാണുള്ളത്, സ്റ്റോറേജ് കപ്പാസിറ്റി. അപ്പം നമുക്ക് 25,000 ടൺ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള കേരളത്തിലെ ഏറ്റവും വലിയ FCI ഗോഡൌൺ നമുക്ക് തിരുനാവായിൽ വരികയാണ്. തിരുനാവായ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഇതിനുള്ള സ്ഥലമെടുപ്പും അനുബന്ധ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. ഒരു കാലത്ത് പ്രതാപത്തിലായിരുന്ന താനൂർ കടലോരം ഇന്ന് ദുരിതക്കടലോരമായിട്ടുണ്ട്. ഇവിടത്തുകാർക്ക് മത്സ്യബന്ധനത്തിന് പരപ്പനങ്ങാടിയെയോ പൊന്നാനിയെയോ ആശ്രയിക്കേണ്ടതുണ്ട്. ഈ അവസരത്തിൽ താനൂരിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുത്ത് ഏതാണ്ട് 4000 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പ്രത്യക്ഷമായും അതിലേറെ പേർക്ക് പരോക്ഷമായും തൊഴിലവസരങ്ങൾ നൽകിയാണ് താനൂർ ഫിഷിംഗ് ഹാർബർ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. 44 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ മത്സ്യബന്ധന തുറമുഖത്തിന്റെ 75% ഫണ്ടും MP-യുടെ സ്വാധീന ഫലമായി സാധിച്ചെടുത്തതാണെന്നതാണ് വാസ്തവം. പൊന്നാനി ഹാർബർ ഞാൻ വരുന്നതിന് മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ്. അത് ഫിനിഷ് ചെയ്യാൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ ഉത്സാഹിച്ചു, അത് വേറെ കാര്യം. പക്ഷേ താനൂർ എൻ്റെ കാലത്ത് തന്നെ അതിൻ്റെ ഡൽഹിയിലുണ്ടായിരുന്ന മുഴുവൻ അതിൻ്റെ വർക്കിൻ്റെ പിന്നാലെ നടന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു. പുതുപ്പൊന്നാനിയിലെ കടലോരവാസികൾക്ക് മരണതീരത്ത് താമസിക്കുന്ന പ്രതീതിയാണ് കടൽക്ഷോഭിക്കുമ്പോൾ. കടൽക്ഷോഭത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർ ഏറെയുണ്ട് ഇവിടെ. 2 ദിവസത്തിനുണ്ടായിരുന്നു ആ കാറ്റും മഴയും കാറും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ന്യൂനമർദ്ദത്തിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ വെള്ളം കയറി, ഒന്നാകെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഈ വീട് കൂടാതെ വേറെ 2-3 വീടൊക്കെ ഇതിലൊരു നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു, ലാഭം തന്നെ ഇല്ലാതായി. 40 വീടുകളൊക്കെ ഞങ്ങളുടെ സുഹൃത്തിന്റെ വീടാണ്. ഇപ്രാവശ്യം ഞങ്ങളിപ്പോ ഒരുപാട് സുഹൃത്തുമാർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് വിഷമത്തിലാണ് എല്ലാവരും. ഇവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സ്വാധീനം ചെലുത്തി 4.5 കോടി രൂപ ചെലവഴിച്ച് കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചത്. വേനലിലും വർഷത്തിലും കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുന്ന നിരവധി ആളുകൾ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. ഇവർക്ക് ആശ്വാസമായി നിരവധി കുടിവെള്ള പദ്ധതികൾ MP നടപ്പാക്കിയിട്ടുണ്ട്. കുടിവെള്ള പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓരോന്നും എണ്ണി ഇവിടെ പറയുന്നില്ല. നമ്മുടെ തിരുനാവായ കുടിവെള്ള പദ്ധതി പോലുള്ള പദ്ധതികൾ
53 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന തിരുനാവായ കുടിവെള്ള പദ്ധതിയുടെ തടസ്സങ്ങൾ നീക്കി ഇത് യാഥാർത്ഥ്യമാക്കുന്നതും എംപിയുടെ ശ്രമഫലമായാണ്. ഏതാണ്ട് 7ഓളം പദ്ധതികൾ നമുക്ക് കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കാൻ സാധിച്ചു. അതെല്ലാം തന്നെ നമുക്ക് വളരെ വേഗത്തിൽ ചിലതിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, ചില നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. പക്ഷെ ഏതായിരുന്നാലും ശരി, നമ്മുടെ മണ്ഡലത്തിൽ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഇത്രയേറെ കേന്ദ്ര സഹായം ലഭിച്ചിട്ടുള്ള മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. വെള്ളത്തിനൊന്നും വിഷമമില്ല. അപ്പൊ വെള്ളമൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരാളം ഉണ്ട്. കൽപ്പകഞ്ചേരി, വളവന്നൂർ പഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതികൾക്ക് 12.5 കോടി രൂപയും വെട്ടം, തലക്കാട് പഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതികൾക്ക് 10 കോടി രൂപയും കേന്ദ്ര സഹായം എത്തിക്കാൻ കഴിഞ്ഞത് എംപിയുടെ ശ്രമഫലമായാണ്. ന്യൂനപക്ഷ കേന്ദ്രീകൃത സ്ഥലങ്ങളുടെ വികസനത്തിന് വേണ്ടി മൾട്ടി സെക്ടോറിയൽ ഡെവലപ്മെന്റ് സ്കീം എന്നുള്ള പ്രോജക്റ്റ് എന്നുള്ളൊരു സംഗതിയുണ്ട്. അതിൽ ഇന്ത്യയിൽ 92 ജില്ലയേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കേരളത്തിൽ അതുണ്ടായിരുന്നത് വയനാട് ജില്ല മാത്രമാണ്. അത് വികേന്ദ്രീകരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനമെടുത്തപ്പോൾ ആദ്യം കിട്ടിയത് നമുക്കാണ് പൊന്നാനി മുനിസിപ്പാലിറ്റി. പൊന്നാനി മുനിസിപ്പാലിറ്റി അത് വന്നു 10 കോടി രൂപയിലേക്ക് അഡ്വാൻസ് തന്നെ വന്നു. ഇനി അതിലേക്ക് ഇഷ്ടം പോലെ ഫണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കേന്ദ്രാവിഷ്കൃത ഫണ്ടാണ്. അത് വരുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് പൊന്നാനിയുടെ വികസനത്തിന് വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നഗരവികസനമാണ് വേറെ സംഗതി. നഗരവികസനം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പൊന്നാനിയിൽ തന്നെ സമഗ്രമായ ഒരു കുടിവെള്ള പദ്ധതിക്ക് 62 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ്. നമ്മുടെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിക്ക് അവിടെ ഒരു മോഡേൺ ഷോപ്പിംഗ് സെന്റർ കം ബസ് സ്റ്റാൻഡ് അതുണ്ടാക്കാൻ വേണ്ടി 70 കോടി രൂപയുടെയും കേന്ദ്രാനുമതി വാങ്ങിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു വന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ചമ്രവട്ടത്തെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കർമ്മ റോഡിനോട് ചേർന്ന് ആധുനിക രീതിയിൽ തയ്യാറാക്കുന്ന മറൈൻ മ്യൂസിയത്തിന് അനുമതിയും 4.5 കോടി രൂപയുടെ ധനസഹായം നേടിയെടുക്കാനും നമ്മുടെ എംപിക്കായി. പ്രവാസികളുടെ കാര്യത്തിലുള്ള റീജിയണൽ ഓഫീസ് നമ്മുടെ ഇവിടുത്തെ സ്ഥാപിക്കാൻ സാധിച്ചു. നമ്മുടെ കോട്ടക്കൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള കോട്ടക്കലേക്ക് വിവിധ പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രവാസി ക്ഷേമ കേന്ദ്രം ലഭിച്ചത് യാദൃച്ഛികമല്ലായിരുന്നു. മാവൂർ ഗ്വാളിയോർ റയോൺസ് ഫാക്ടറിയിലെ തൊഴിലാളി പ്രവർത്തനങ്ങളുമായി രാഷ്ട്രീയ രംഗത്ത് സജീവമായ ET മുഹമ്മദ് ബഷീർ സാഹിബ് തൊഴിലാളി ക്ഷേമത്തിനായി നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് തൃത്താലയിലും കോട്ടക്കലിലും ചങ്ങരംകുളത്തും നിർമ്മിച്ച ടാക്സി സ്റ്റാൻഡുകൾ. നമ്മുടെ പട്ടണങ്ങളിലെ രാത്രിയിലെ വെളിച്ചക്കുറവ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ അതിന് പരിഹാരമായാണ് കുറ്റിപ്പുറത്തും കക്കാടും പുതുപ്പൊന്നാനിയിലെ BV ജാറത്തിലും 15 ലക്ഷം രൂപ ചെലവഴിച്ച് ഓരോ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. കുടുംബാംഗങ്ങളുടെ മൃതശരീരം മറവ് ചെയ്യാൻ ഒരിടമില്ലാത്തവർക്ക്, കയറിക്കിടക്കാൻ ഒരിടമില്ലാതെ മരിച്ചു വീഴുന്നവർക്ക് മൃതശരീരം സംസ്കരിക്കാനാണ് വെട്ടത്ത് പൊതുശ്മശാനം MP നിർമ്മിക്കുന്നത്. ഇന്നും വികസനം കടന്നു ചെന്നിട്ടില്ലാത്ത കോലത്രക്കുന്ന് ഹരിജൻ കോളനിയുടെ വികസനത്തിന് 1 കോടി രൂപയാണ് MP അനുവദിച്ചത്. കോലത്രക്കുന്ന് ഹരിജൻ കോളനിയിൽ നമ്മളെ ഇപ്പോഴത്തെ MP ET മുഹമ്മദ് ബഷീർ അവർകള് ഹരിജൻ കോളനിക്ക് വേണ്ടിയിട്ട്, കോലത്രക്കുന്ന് നിവാസികൾക്ക് വേണ്ടിയിട്ട് 1 കോടി രൂപയുടെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കുടിവെള്ളം, അതേപോലെ വീട്, പിന്നെ പാവപ്പെട്ട ആൾക്കാർക്കുള്ള കക്കൂസുകൾ, പിന്നെ അതേമാതിരി റോഡ്, പിന്നെ തോട് നിരക്കല്, അങ്ങനെയുള്ള ഓരോ പരിപാടികൾ ഇട്ടിട്ടുണ്ട്. ഇത്രയും കാലമായിട്ടേ ഈ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായത് നമ്മളെ ET മുഹമ്മദ് ബഷീർ MP ആയി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയത്. ഇതേപോലെ എല്ലാം കിട്ടാനും ഇതിനൊക്കെ അയാൾ ഒന്നും കൂടി വരട്ടെ എന്നാണ് ഇപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിരിക്കും, ആത്മാർത്ഥമായിട്ട് തന്നെ. കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ഗുണഫലങ്ങൾ കിട്ടാൻ പോകുന്നത്. സമൂഹത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഈ ഒരു പ്രദേശം വളരെ ഉന്നതിയിലേക്ക് വരും എന്ന ഒരു പ്രത്യാശയിലാണ് ഞങ്ങളെല്ലാം തന്നെ ഇവിടെ നിൽക്കുന്നത്. മണ്ഡലകാലത്ത് 10,000 കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ഇടത്താവളമായി കാണുന്ന
കുറ്റിപ്പുറത്ത് ശിവപാർവതി ക്ഷേത്ര സമീപത്തെ നിളാതീരം ഇന്നത്തെ രീതിയിൽ മിനി പമ്പയായി വികസിച്ചതിന് നാം നമ്മുടെ എംപിയോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ തിരൂരിൽ MLA ആയിരുന്ന കാലത്താണ് ഈ മിനി പമ്പ എന്നുള്ള ആശയം തന്നെ വരുന്നത്. നമ്മുടെ മല്ലൂർ ക്ഷേത്രത്തിൽ വന്ന് കുളിച്ചു തൊഴുത് ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകന്മാരുടെ ഇടത്താവളമാണ്. അത് അന്ന് ഞാൻ MLA ആയ കാലത്ത് 93-ലോ 94-ലോ ആണ്. 36 ലക്ഷം ഉറുപ്പ്യ ചെലവാക്കിയാണ് ഇന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഇതെല്ലാം വന്നത്. ആ സ്റ്റെപ്പുകൾ, അങ്ങോട്ട് ഇറങ്ങിപ്പോകാനുള്ള സൗകര്യങ്ങൾ, മറ്റൊക്കെ അന്ന് വന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് തന്റെ മണ്ഡലത്തിലെ വിവിധ പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്ന നമ്മുടെ എംപിക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിലുള്ള 5 UP സ്കൂളുകൾ 5 എണ്ണം നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഹൈസ്കൂളാക്കാൻ മാറ്റി എന്നതും കഴിഞ്ഞു എന്നുള്ളതും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. താനൂർ GM UPSന്